നിയമവകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയാണ് KP നൗഷാദ് അലി. റോഷിപാലുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. രാമൻ എങ്ങനെയാണോ ലക്ഷ്മണൻ അതുപോലെയാണ് VD സതീശന് KP നൗഷാദ് അലി എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ വിഷയത്തിലും നൗഷാദ് അലി പ്രതിരോധം തീർക്കുകയാണ്. VD സതീശനെതിരെ സംഘവൽക്കരണം എന്ന ആക്ഷേപം നിലനിൽക്കില്ല എന്നാണ് KP നൗഷാദ് അലി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രശ്നം ആഴത്തിലുള്ളതാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 അതേപടി നടപ്പിലാക്കിക്കൊള്ളാം എന്ന് ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് എങ്ങനെയാണ് UDF സർക്കാർ കൊടുക്കുക എന്നതാണ് CPM ഉയർത്തുന്ന രാഷ്ട്രീയ ചോദ്യം. ഇപ്പോൾ സമസ്തയടക്കം പ്രതികരണവുമായി രംഗത്ത് വരുന്നു. KP നൗഷാദ് അലിയെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? അരുൺകുമാർ, മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇപ്പോൾ KP നൗഷാദ് അലി MLA പറയുന്നത്. സ്വാഭാവികമായും ഈ വഖഫ് നിയമം അത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതെന്ന ന്യായീകരണവുമായി വരുമ്പോൾ അത് എത്രത്തോളം ഈ മുസ്ലിം സംഘടനകൾ അംഗീകരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം LDF സർക്കാരിൻ്റെ കാലത്ത് LDF സർക്കാർ ആ നിയമം നിലനിൽക്കുമ്പോഴും അത്തരമൊരു തീരുമാനം എടുത്തിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ CPM ഇതിനെ ശക്തമായി എതിർക്കും. ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്യുകയും പാർലമെന്റിൽ ശക്തമായി എതിർക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള ദേശീയ നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുന്ന വഖഫ് ബോർഡ് നിയമത്തിൽ അതിന്റെ പുനഃസംഘടനയിൽ എന്ന വിമർശനം ഉയരുമ്പോൾ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി അതിന് മറുപടി പറയുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും നിലവിൽ ഭരണപക്ഷ MLA-മാരിൽ നിന്നും KP നൗഷാദ് അലി മാത്രമാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും പ്രതിരോധം തീർത്തിരിക്കുന്ന വിമർശനത്തെ തള്ളിപ്പറയുന്നതിനൊപ്പം അതിൽ മറ്റൊരു വഴിയില്ല എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ സംഘപരിവാർ ആളായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെയും ശക്തമായി എതിർക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയെ സംഘിവൽക്കരിക്കുമ്പോൾ മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഇപ്പോൾ CPM നേതൃത്വത്തോട് നൗഷാദ് അലി പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകളായി, മുഖ്യമന്ത്രിയുടെ നിലപാടായി തന്നെ KP നൗഷാദ് അലിയുടെ പ്രതികരണത്തെ കാണേണ്ടി വരും. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയം എങ്ങനെയാണ് മുസ്ലിം ലീഗിന് ഇതിനെ അംഗീകരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇന്ന് ലീഗ് മന്ത്രിമാരുടെ യോഗമുണ്ട്. ആ യോഗത്തിൽ വഖഫ് ബോർഡിലെ ഈ വിഷയവും അത് ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം ഈ സെക്ഷൻ 14 അല്ലെങ്കിൽ പറയണം വിവാദമായിട്ടുള്ള ഭാഗം ഒഴിവാക്കി തൽക്കാലം നിയമനം നടത്തും എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ്.